കുറെ നാളായി കാട്ടിൽ വന്നിട്ട് എന്തായാലും പ്ലാൻ കൊള്ളാം. വേഗം എന്നിട്ട് വാ. എടാ നിനക്ക് എന്താ പറ്റിയേ? ഇവനിത് എന്ത് പറ്റി? ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ വീഴുന്നേ? നിക്ക്, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. എടാ ഹണി, നീ മനഃപൂർവ്വം വീഴുന്നത് എന്തിനാടാ? അത് പിന്നെ ഞാനൊരു ബുക്കിൽ വായിച്ചതാ. വീഴ്ചകളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ പറ്റൂ. പോപ്പട്ടെ, എന്തിനാ എന്നെ അടിച്ചത്? ആ ബുക്കിന്റെ അവസാനം എഴുതിയിട്ടുണ്ടായിരുന്നു, ജീവിതം ചെറുതാണ്, അതുകൊണ്ട് മനസ്സിൽ തോന്നുന്നത് അപ്പ തന്നെ ചെയ്യണമെന്ന്. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കേ. അല്ല, അങ്ങനെ ഏത് ബുക്കിൽ എഴുതിയിരിക്കുന്നേ? എടാ ഇത് ഞാൻ പറഞ്ഞതാണ്. അല്ല, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? അതാ കള്ളന്മാര്, വേഗം പിടിക്കവരെ. ഈ എലികൾ അടുത്തോട്ട് വരുന്തോറും ഇങ്ങനെ വലുതാവുന്നത് എന്താ? അത് മാത്രമല്ല, ഈ എലികൾക്ക് കൊമ്പെപ്പോഴാണ് ദൈവം കൊടുത്തത്? എടാ, അത് എലികളല്ലടാ, പോത്തുകളാണ്. ചീറി അടുത്തോട്ടിരിക്കുകയാണ്. നമ്മളെ വന്ന് ഇടിക്കുന്നതിന് മുമ്പ് വേഗം രക്ഷപ്പെടാം. എടാ വേഗം ഓടിക്കോ. കൃത്യം അതിന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനിതിനെ ഉമ്മാരുടെ പുറകെ ഓടുന്നത്. എനിക്ക് പറക്കാൻ പറ്റുമല്ലോ, സംശയമുണ്ടോ? രക്ഷപ്പെട്ടു. വരൂ, നമുക്ക് വേഗം പാറയുടെ പുറകിൽ ഒളിക്കാൻ. വരൂ. അവിടെ ഉണ്ട് പുല്ല്. നമ്മളൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാണ് ഇവ നമ്മളായിട്ട് ഇങ്ങനെയായിട്ട് ഓടിക്കുന്നേ? ഇത് അവരുടെ തെറ്റോ കുറ്റമോ മറവിയോ ഒന്നുമല്ല. നിങ്ങൾ അടക്കിന്റെ പാർട്ണറോ സുഹൃത്തോ ആണെന്ന് അവര് വിചാരിച്ച് കാണും. അതായത് മക്കളെ, ഈ കാട്ടിൽ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. അവര് വലിയ മാഫിയ ഗ്യാങ്ങാ. അവര് ഈ കാട്ടിലെ പച്ചപ്പുല്ലും കോരപ്പുല്ലും ഉണക്കപ്പുല്ലും അരിഞ്ഞെടുത്ത് ഫോറിനിലേക്ക് കയറ്റി അയക്കും. അതായത് ക്രയവിക്രയം ചെയ്യുമെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് വിൽപ്പന നടത്തുമെന്നാണ്. ഇയാള് പരിസ്ഥിതിയുടെ ബുക്ക് അരച്ചു കലക്കി കുടിച്ചു എന്നാ തോന്നുന്നത്. പരിസ്ഥിതി, അതായത് എൻവയോൺമെന്റ്. സംശയമുണ്ടോ? ഡിക്കോമാക്ക് സന്തോഷമായി. കാട്ടിലെ ഒരു പുൽനാമ്പ് പോലും വിട്ടിട്ടില്ലല്ലോ അല്ലേ? വിട്ടിട്ടില്ല ബോസ്, ഒട്ടും തന്നെ ഇല്ല. ഞങ്ങൾ ആ പോത്തുകളുടെ കയ്യിൽ നിന്ന് പോലും പുല്ലടിച്ച് മാറ്റി. അവരുടെ കയ്യിൽ ഇപ്പൊ ഉണക്കപ്പുല്ല് മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഡിക്കംബോയ്ക്ക് സന്തോഷമായി. ട്രക്കുമായി വരൂ, വേഗമാകട്ടെ. ഡിക്കംബോ പുല്ലിൽ കുളിച്ചിരിക്കുന്നു. ഇനി എന്റെ സന്തോഷത്തിന് അതിരുകളില്ല. ഈ പച്ചപ്പുല്ലുകൾ വിദേശികൾക്ക് അധിക ലാഭത്തിൽ വിൽക്കാൻ ഞാൻ. മാത്രമല്ല, ഇത് ആർക്കും ഞാൻ കൊടുക്കില്ല. ഡിക്കംബോ വളരെ സന്തോഷത്തിലാണ്. മോനെ, ഇടക്കിനെ ചതിയൻ, വഞ്ചകൻ, ദുഷ്ടൻ, കുശുംബൻ എന്നൊക്കെ വിളിക്കാം. മനസ്സിലായി. കറക്റ്റ് സാരി കച്ചവടക്കാരനെ പോലെയുണ്ട്. ഒന്ന് പറഞ്ഞ 4-5 എണ്ണം എടുത്ത് കാണിക്കും. കാട്ടിൽ പച്ചപ്പുല്ല് തിന്നുന്ന മൃഗങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും തിന്നുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലരാണെങ്കിൽ പിസയില് പുല്ലിന്റെ പേരെഴുതി തിന്ന് ആസ്വദിക്കും. പുല്ല് മാത്രമേ കഴിക്കൂ. ഇപ്പോൾ ഗ്രാമത്തിലെ എരുമകളെല്ലാം പുല്ലിന് പകരം പലഹാരം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈടായിട്ട് നിന്റെ പാല് മൊത്തം നെയ്യാണല്ലോ. നെയ്യിലുണ്ടാക്കിയ പലഹാരം കഴിച്ച പിന്നെ പാലിൽ നെയ്യല്ലാണ്ട് എന്തുണ്ടാവാനാ? താൻ പുല്ല് തിന്നോ? ഞാൻ പുല്ല് അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇവന്മാർ ഇങ്ങനെ ഇട്ട് കുടിപ്പിക്കാൻ നല്ല രസമാണ്. ഇവരെ നമ്മൾ സഹായിച്ചേ മതിയാകൂ. എന്താണ് ചെയ്യുക? അവർക്ക് കഴിക്കാൻ വേറെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ. അയ്യോ, ഭക്ഷണത്തിന്റെ കാര്യം പറയല്ലേ. സോർദാറെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്തായാലും നമ്മൾ ഈ പുൽപ്രശ്നം പരിഹരിച്ചിരിക്കും. പുല്ലെന്ന് പറയില്ലേ മോനെ. ശരി, വല്ലാതെ ക്ഷീണിച്ചു. ഒരു ഗ്ലാസ് വെള്ളം തരാമോ എനിക്ക്? എനിക്ക് വല്ലാതെ ഹേർട്ട് ആകുന്നുണ്ട്. വേഗം വെള്ളം തരൂ, എന്റെ ഗ്ലാസ് വരളുന്നുണ്ട്. ഹണി, ഇത് വല്ലാതെ കൂടിപ്പോയി. എനിക്ക് പുല്ല് തിന്നണം. എനിക്ക് പുല്ലിപ്പോ വേണം. ആ പുല്ല്
അയ്യോ ഇത് എവിടെ പോയി? അതാ ഡക്കിന്റെ ആൾക്കാരാണ്, പിടിക്കാവുമാരെ. ആഹാ, ഞങ്ങളെ പിന്തുടരുകയാണോ? പിടിക്ക്, അവർ രക്ഷപ്പെട്ടുകൂടാ. വേഗം വാ. നിക്ക്. വേഗം പറ, പുൽ ഫാക്ടറി എവിടെയാണ്? അതെങ്ങനെ പറയാനാ? ആദ്യം ഇവരുടെ വായി നീ ക്ലിപ്പ് എടുത്ത് മാറ്റണ്ടേ? ഇത് ക്ലിപ്പല്ല, എന്റെ കൊക്കാണ്. ഞങ്ങളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുതലാളി നിങ്ങളെ വെറുതെ വിടില്ല. പറയുന്നുണ്ടോ? ഞാൻ പറയാം. എന്റെ പുറകെ വാ, ക്വിക്ലി. അതാണ് പുല്ലിന്റെ ഫാക്ടറി. ഞാൻ പുല്ലിന്റെ ഫാക്ടറി കാണിച്ചു തന്നില്ലേ? ഇനി എന്നെ വെറുതെ വിട്. അതാണ് മെയിൻ സ്വിച്ച്. ഇപ്പൊ തന്നെ ഓഫ് ചെയ്യാം. സംശയമുണ്ടോ? ഇതെന്താ പറ്റിയത്? എത്ര പെട്ടെന്ന് എങ്ങനെ നിന്ന് പോയി? ഡെക്കമ്പോ വളരെ സന്തോഷത്തിലാണ്. അയ്യോ അയ്യോ, ഇവിടെ ആരുമില്ലേ? ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് രാത്രി ആയത്? പിടിക്കാൻ മാറ്. ആക്രമിക്കൂ. രണ്ടെണ്ണത്തിൽ ഒരു കൈ വേഗം ചൂസ് ചെയ്യാ. എന്നാ പിന്നെ ദാ ഇത്. അങ്ങനെയാണെങ്കിൽ അതും കൂടി. വേഗം സ്പ്ലിറ്റ് ആവ്. തന്റെ പല്ലിൽ ഇന്നലെ കഴിച്ചതിൽ എന്തോ ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പൊ പോയോ? ഇല്ല, ഇങ്ങോട്ട് വാ. ഇങ്ങനെ കാരണം പുകയുന്ന പോലെ ഒന്ന് കിട്ടി കഴിഞ്ഞാ പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയ്യോ തല കറങ്ങുന്നേ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്നെ പിടിക്കാനാവില്ല. അയാളെ പോകാൻ അനുവദിക്കരുത്. ഞാൻ തന്നെ ചലഞ്ച് ചെയ്യാണ്. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ടൊന്ന് മാറി നോക്ക്. ഈ ഡെക്കം പോയി ചലഞ്ച് ചെയ്യുന്നു. ഇപ്പൊ കാണിച്ചു തരാം. അതാണ് ഷിപ്പിന്റെ യു ടേൺ അടിക്കുന്ന ബട്ടൺ. കാടിന്റെ മക്കൾക്ക് വേണ്ട പുല്ല് വിദേശികൾക്ക് വിൽക്കുന്നോ? ഇനി ജയിലിൽ പോയി പൊറോട്ട വിറ്റോ?